ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? യെസ്, കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് മോർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വേറെ ഒന്നുമില്ല. ഓക്കെ, ആൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം കേട്ടോ. ക്ലാസ്സിനിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. ശരിയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ ഫോനെ പിടിച്ചാൽ സത്യം ചെയ്യുന്നേ. ഇന്നെന്ന് പറയാം, എൻ്റെ ഫോൺ സ്റ്റക്കായി. കറക്റ്റ് 1 മാസമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. ആരാ സാർ എല്ലാ ദിവസവും മെസ്സേജ് അയക്കാറില്ലേ? മിസ്സിൻ്റെ ഫോണാണ് സത്യം, ഞങ്ങൾ പഠിക്കും. മിസ്സിൻ്റെ ഫോണാണ് സത്യം, ഇന്ന് ഫുൾ മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ഒന്ന് കാണിക്കണം, എന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പോൾ ഓക്കെ ആയിട്ടോ, സെറ്റായി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ചാക്കോ സാറ് ഫോട്ടോ എടുക്കാൻ വാങ്ങിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ എന്താ ഫോണിന് എന്തോ പറ്റിയതാ. എനിക്ക് ബലമായ സംശയമുണ്ട്, സാർ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. അത്ര നേരം എന്റെ കയ്യിൽ നിന്നപ്പോ ഒരു കുഴപ്പമില്ലാതിരുന്ന എന്റെ ഫോണിന് ചാക്കോ സാർ എടുത്തപ്പോഴത്തേക്ക് സ്റ്റക്കായി പോയി. ഞങ്ങൾ ഫോട്ടോ കുഴപ്പമില്ല. ഓക്കെ, യെസ്, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ? അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ഒന്നല്ല, കോർഡിനേറ്റ്സ് തന്നിട്ട് അത് നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് അക്ഷം വൈ അക്ഷം വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കപ്പോൾ ഐശ്വര്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ആയുധങ്ങളൊക്കെ ഉണ്ടോ? സ്കെയിലും പെൻസിലൊക്കെ കയ്യിലില്ലേ? ഇല്ലെങ്കിൽ ഇടി കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുതിക്കോളൂ. ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ്, മാർക്ക് ദി പോയിന്റ്സ്. ഓക്കെ, പോയിന്റ്സ് മിസ് തരാം. എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ചിട്ട് തന്നിരിക്കുന്ന സൂചക സംഖ്യകൾ അടയാളപ്പെടുത്തുക. എ ഈസ് ഈക്വൽ ടു -1 2, ബി ഈസ് ഈക്വൽ ടു 6 3, സി ഈസ് ഈക്വൽ ടു എന്ത് വേണം? -3 -3, ഡി ഈസ് ഈക്വൽ ടു -3 3 കേട്ടോ, -2 -2, എ ബി സി ഡി ഇ ഈസ് ഈക്വൽ ടു 0 4, എ ബി സി ഡി ഇ എഫ്. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു 2 0. ഓക്കെ, ബി സി ഡി ഇ എഫ്. ഓക്കെ, ഇവിടുത്തെ മൈനസ് ഇവിടെ ഇരിക്കട്ടെ. യെസ്, അപ്പോൾ വേഗം തന്നെ എക്സും വൈയും വരച്ചിട്ട് ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്തേ. വേഗാവട്ടെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗാവട്ടെ. ഇത് ആദ്യം ചെയ്ത് വരച്ച് മിസ്സിനെ റൈസ് ഹാൻഡ് ചെയ്ത് കാണിക്കുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് അല്ലേ സാറേ? എനിക്ക് ഐഫോൺ എന്ന് പറയണ്ട ഇനി. എനിക്ക് ചാക്കോ സാർ ഇന്നലെ വാങ്ങിച്ചു തന്നതാണ് സ്നേഹത്തോടെ. കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് തരാം. ആദ്യം ചെയ്ത് വരച്ച് തരാൻ നോക്കട്ടെ. ഈ സമ്മാനം കണ്ട ആരും കളിയാക്കി ചിരിക്കരുത്. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ സാറ് വാങ്ങിച്ചു തന്നതാണ്. എന്ത് ചെയ്യാനാ, എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. പാവമാണ് എന്നൊക്കെ പറയണമെങ്കിലേ. യെസ് മക്കളെ, വേഗം തന്നെ ഒന്ന് വരച്ചേരാം. ഇവിടെ എനിക്ക് റോളില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാനാണ്. മാർക്ക് ചെയ്യാം. ആദ്യത്തെ കോർഡിനേറ്റ്സിൻ്റെ കഴിഞ്ഞ ദിവസം റിവിഷൻ കഴിഞ്ഞതാണല്ലോ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്, എല്ലാം ഓർമ്മയിൽ തന്നെ ഉണ്ട്. വേഗം തന്നെ മാർക്ക് ചെയ്യുക. വേഗാവട്ടെ. യെസ്, വന്നു സാറേ. ആരാണത്? ഇത്ര വേഗം കഴിഞ്ഞോ? ആൽഫ്രഡ്. അയ്യോ, ആൽഫ്രഡിന് കൊടുക്കാൻ പറ്റിയ സമ്മാനമല്ലല്ലോ സാറേ. കുഴപ്പമില്ല, ഗേൾസിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. എന്നാലും കുഴപ്പമില്ല ആൽഫ്രഡ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൽഫ്രഡ് ഒന്ന് കാണിച്ചേ, ആ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത് ഒന്ന് കാണിച്ചേ സ്ക്രീനിലേക്ക്. സാർ അതൊന്ന് പിൻ ചെയ്യാം. ഓക്കെ, ആൽഫ്രഡ്. പെൻസിലാണോ സാർ അത് യൂസ് ചെയ്തിരിക്കുന്നത്? കുഴപ്പമില്ല. എപ്പോഴും മാത്സ് എഴുതുമ്പോഴേ ഓക്കെ ആൽഫ്രഡ് കണ്ടു കേട്ടോ. വരയിട്ട നോട്ട് ഒരിക്കലും എടുക്കരുത് കേട്ടോ മാത്സിന്. നമുക്ക് വരക്കാനുണ്ടാവും, എഴുതാനും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ റൂൾഡ് ആയിട്ടുള്ള നോട്ട്സ് എടുക്കരുത്, അൺറൂൾഡ് ആയിട്ടുള്ള നോട്ട്സ് എടുക്കണം കേട്ടോ എപ്പോഴും മാത്സിന്. ഓക്കെ, സമ്മാനം എന്താണെന്ന് ഇപ്പോൾ കാണിക്കണ്ടല്ലേ, ബ്രേക്കിന് തൊട്ട് മുന്നേ കാണിക്കാം. ഈ ക്ലാസ്സിനിടയിൽ അല്ലേ സാറേ, അവരെല്ലാവരും അത് വേണമെന്ന് പറഞ്ഞാലോ?
ഞാൻ തരില്ല. ഞാൻ പറ്റിച്ച്. ഞാനല്ല എപ്പോഴും പറ്റിക്കപ്പെടാറ്. യെസ്, എല്ലാവരും വരച്ചു കഴിഞ്ഞു എന്ന് ഭയങ്കര. സാറേ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാല്ലേ? അതെ, ഓക്കെ. ഓ യെസ് സാറേ, ഒരാളൊന്ന് വിളിച്ചോളൂ. അനാമിക. ഓക്കേടാ, ഇത് എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്. ഓക്കെ, ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ 0. ഒറിജിൻ എന്നത് ആ റൈറ്റ് സൈഡിലോട്ട് എങ്ങനെയാണ്? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, ലെഫ്റ്റിലേക്കോ നെഗറ്റീവ് ആയിരിക്കും. എനിക്ക് തോന്നിയതുപോലെ അല്ല കേട്ടോ. 1 സെന്റിമീറ്റർ ആണ് അവർ തമ്മിലുള്ള അകലെങ്കിൽ എല്ലാം 1 സെന്റിമീറ്റർ ആയിരിക്കും. മേളിലോട്ട് വയ്യോ? പോസിറ്റീവ് 1 2 3 4 5. താഴേക്കാണെങ്കിലോ -1 -2 -3 -4. ഓക്കെ ആണല്ലോ. ഓക്കെ, പോവല്ലേ? എല്ലാ ആൻസറും പറയിപ്പിച്ചിട്ട് വിടാം അല്ലേ സാറേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് -1 2. -1 എന്ന് പറയുന്നത് എക്സ് ആണോ വൈ ആണോ? അപ്പോൾ എക്സിൽ -1 വരുന്ന എവിടെയാണ്? ദാ ഇവിടെയാണ്. ആൻഡ് വൈ എത്രയാണ്? 2 ആണ്. അപ്പോൾ ദാ -1 2 വരുന്നത് ദാ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എന്ത് വരുന്നത്? എ വരുന്നത്. എല്ലാവരുടെയും ശരിയായെങ്കിലും ഒന്ന് ടാറ്റ നേടാം. എല്ലാവരുടെയും ശരിയായെന്ന് തോന്നുന്നു. ശരിയാക്കണം കേട്ടോ. ആ ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി അടുത്തത് 6 3 എവിടെയാ? എക്സിൽ 6ഉം വൈ എന്ന് പറയുന്നത് 3ഉം. ഇത് ഞാൻ ജസ്റ്റ് എന്താണ് എഴുതി പോവാൻ കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താലും മിസ് ഡീറ്റെയിൽ ചെയ്ത് ആദ്യം മുതൽ വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനിയും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചു വേണം പോവാൻ, മിസ് പറഞ്ഞു തരും. ഓക്കെ, യെസ്. അടുത്തത് 3 - 3 എവിടെയാ വരിക? 3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, -3 നെഗറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. എവിടെയാ? നെഗറ്റീവ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡി. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിലാണ് നമുക്ക് വരുന്നത് ഡി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇ. ഇ എന്ന് പറയുന്ന കോർഡിനേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. 0 4 ആണ്. 0 എന്ന് പറയുന്നത് എക്സ് ആണല്ലേ? ഓക്കെ, എക്സ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കണം? വൈയിലായിരിക്കണം അല്ലേ? വൈ ആക്സിസിലെ പോയിന്റിന് എക്സ് 0 ആയിരിക്കും അല്ലേ? വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എക്സ് 0 ആണ്. മിസ് പറഞ്ഞു വൈയുടെ വീട്ടിലാണെങ്കിൽ എക്സിനോട് റോൾ ഉണ്ടോ? ഇല്ല, എക്സ് 0 ആയിരിക്കും. അപ്പോൾ വൈ എന്ന് പറയുന്നത് എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെയാണ് 4 വന്നിരിക്കുന്നത്. എക്സ് എവിടെ? എന്താണ്? 0 ആണ്. സോ ഇ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഫ് എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എക്സ് 2 വൈ 0 എന്ന് പറഞ്ഞാൽ എക്സ് 2 ആണ്, വൈ 0 ആണ്. വൈ 0 ആവണമെങ്കിൽ വൈക്ക് അവിടെ റോൾ ഇല്ലെങ്കിൽ അത് ഏത് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും? എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് 2 ആണെന്ന് എഴുതി. എത്ര പോവല്ലേ കേട്ടോ, അമ്മ പോവല്ലേ? എത്ര പേര് ശരിയാക്കി കറക്റ്റായി തന്നെ വരച്ചിട്ട് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേടാ. എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്യും സാറേ, കണ്ടോ? പിന്നല്ല. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വരും ക്വസ്റ്റ്യനിൽ. ഓക്കെ, യെസ്. ഞാൻ കുറച്ച് നേരം ഏതാരായിരുന്നു സാറേ പേര്? അനാമികയോ? അനാമികനോട് പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. എന്ത് പറ്റി അനാമിക? ഛർദിയൊക്കെ ആയിട്ടേ കയ്യിൽ നല്ല ടാറ്റു ഒക്കെ അടിച്ച് നിൽക്കുന്നുണ്ടല്ലേ, സൂചിയൊക്കെ. ഇപ്പൊ ഹോസ്പിറ്റലാണോ വീട്ടിലാണത്? ഹോസ്പിറ്റലാണോ? വീട്ടില്. ഓക്കെ, കയ്യിൽ നമ്മ ഇത് എന്താ സിറഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കത്തില്ലേടാ പനിയൊക്കെ വരുമ്പോൾ? അതുപോലെ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്കും ഒരു അപകടം പറ്റിയെന്ന് സാർ അറിഞ്ഞോ? വാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ല, സീരിയസ്ലി ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോയതാണ് കിഴക്കമ്പലം സെൻറ്ററിൽ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഞാനപ്പോൾ ബാത്റൂമിൽ പോയിട്ട് കാലും കൈയും ഒന്ന് കഴുകണമായിരുന്നു. അപ്പം ഭാഗ്യത്തിന് ഡോറ് ലോക്ക് ചെയ്തില്ല, ജസ്റ്റ് കാലും കൈയും കഴുകണമായിരുന്നു. കാല് സാർ അറിഞ്ഞില്ലേ അത്? ഇല്ല. എനിക്ക് നല്ല ഭാഗ്യമുണ്ട്. എനിക്ക് ആ സംഭവം കഴിഞ്ഞ പിന്നെ എനിക്ക് നല്ല ഭാഗ്യമുണ്ട് മനസ്സിലായത്. കാല് കഴുകാനായിട്ട് ചെരുപ്പ് ഇങ്ങനെ മാറ്റിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാത്റൂമിൽ തെന്നി വീണു, എഴുന്നേക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഭാഗ്യം
സത്യം പറഞ്ഞാൽ ശരിക്കും ഭാഗ്യം. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാത്റൂമിൽ തെന്നി വീണു, കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് നേരത്തേക്കൊന്നും ഓർമ്മയുണ്ടായില്ല, എഴുന്നേക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് സാറിനെയും അവിടുത്തെ മിസ്സിനെയൊക്കെ വിളിച്ചു, അവരൊക്കെ ഓടി വന്നു. അപ്പോഴേക്കും ഞാൻ വാഷ് ബേസിനൊക്കെ പിടിച്ച് എഴുന്നേറ്റ്. എന്തോ ഭാഗ്യത്തിന് ബാക്കിൽ വാഷ് ബേസിനാണ്, തല ജസ്റ്റ് മിസ്സിന് അവിടെ ഇടിച്ചില്ല. അങ്ങനെ കുറെ ഭയങ്കര ഭാഗ്യമുണ്ട്. നല്ല വീഴ്ചയുണ്ട്. ഡ്രസ്സൊക്കെ ഞാൻ കപ്പൊക്കെ തെറിച്ച് എവിടെയൊക്കെ പോയി. എനിക്ക് ഓർമ്മയില്ല എങ്ങനെ വീണേന്നൊന്നും ഓർമ്മയില്ല, തെന്നിയത് മാത്രം ഓർമ്മയുണ്ട്. ശേന്ന് എന്ത് മനസ്സാന്ന് നോക്കുന്നത്. ശരിയാണ്, എനിക്ക് കുറെ ഫ്രൂട്ട്സും മിഠായിയൊക്കെ മിസ്സായി. കുഴപ്പമില്ല, ഇനി എനിക്ക് ചാൻസ് വേണ്ട, മതിയായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബാത്റൂമിൽ ഇങ്ങനെ തെന്നി വീണത്. ഞാൻ കിടക്കായിരുന്നു ബാത്റൂം. എനിക്ക് കുറച്ചു നേരത്തേക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല, എഴുന്നേക്കാൻ പറ്റണില്ല. എടാ എന്റെ ഐഫോണിന് വേണ്ടിട്ട് മാത്രല്ല, ശരിയാട്ടോ സാറേ, ഇവർ എന്റെ ഐഫോണിന് വേണ്ടിട്ട് മാത്രല്ല, ഞാൻ അല്ലെ മിസ്സും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഫുള്ള് കൈയും കാലൊക്കെ ഇടിയും ഇതൊക്കെ തന്നെയായിരുന്നു. ഇവിടെയൊക്കെ കരിനിരിച്ചടക്കാണ്. അതിന് വീണതിന് തൊട്ട് മുൻപ് ഡോർമ ചെന്ന് കൈയിടിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്തോ കരിനിരിച്ചടക്കുന്നുണ്ട്, മൊത്തത്തിൽ ഡാമേജ്. പക്ഷെ ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ട്, കാരണം അതുപോലത്തെ വീഴ്ച ഞാൻ വീണത്. പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. കുറച്ചു നേരത്തേക്ക് ശരീരം എടുക്കാനുമ്പോ ചെറിയൊരു വേദനയൊക്കെ ഫീൽ ചെയ്തു. ബട്ട് നിങ്ങൾക്കറിയാലോ ഞാൻ എന്താണ്, സ്ട്രോങ് ആണ്. വെറും എത്ര വലിയ വീഴ്ച വീണാലും എനിക്കൊന്നും പറ്റത്തില്ല. യു നോ ദാറ്റ്. എന്താണ് സാറേ, നിങ്ങൾ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട കേട്ടോ, ഞാൻ മാത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എനിക്ക് ഇനി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ഫോണ് പോയി, ഞാനും പോയി. ഓക്കെ, ചുമ്മാ പറഞ്ഞതാണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മതിയില്ലേ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ ഞാൻ ഫോണും കൊണ്ടല്ല ബാത്റൂമിൽ പോയത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question. The center of a circle is the origin. വൃത്തകേന്ദ്രം ആധാരബിന്ദുവിലാണ്. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനിലാണെന്ന് പറയുന്നുണ്ട്. സെൻറ്റർ എവിടെയാണ്? വൃത്തകേന്ദ്രം എവിടെയാണ്? ഒറിജിനിലാണ്, ആധാരബിന്ദുവിലാണ്. ഈ കോർഡിനേറ്റ്സിലെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സർക്കിളിൻ്റെ ഒത്തിരി മോർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് റേഡിയസ്, ആരം 13 യൂണിറ്റ്സ്. റേഡിയസ് ആരം 13 യൂണിറ്റ്സ്. 13 യൂണിറ്റ്സ്. ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് അല്ലേ സാറേ കേൾക്കുന്നേ? പറയാ സമയമുണ്ട്. റേഡിയസ് ആരം 13 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12,5 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിനകത്താണോ, സർക്കിളിന് പുറത്താണോ, സർക്കിളിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 10,6 സർക്കിളിനകത്താണോ, സർക്കിളിന് പുറത്താണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് കൂടി ഒന്ന് കണ്ടുപിടിക്കണം. 2, 3, 4, 5, 6, 7, 8 വരെ നമ്മൾക്ക് ചോദിക്കാം കേട്ടോ. നമുക്ക് സെയിം ക്വസ്റ്റ്യൻ, സെയിം മോഡൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അറിയാവുന്നവർ ആൻസർ ചെയ്തു തുടങ്ങാം, അറിയാത്തവരുണ്ടെങ്കിൽ മിസ്സിൻ്റെ കൂടെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളുണ്ട്, ഓക്കെ, ഒരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0,0 ഒറിജിനിലാണ് അല്ലേ, ആധാര ബിന്ദുവിലാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 13 യൂണിറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12, 5, 10, 6 എല്ലാം സർക്കിളിലെ പോയിന്റ് ആണോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ 13 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. 13നേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സർക്കിളിന് പുറത്ത് വരില്ല ആ പോയിന്റ്. ക്ലിയർ ആയി ഡാറ്റ തന്നേ.
13നേക്കാൾ കുറവാണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിളല്ലേ വരിക. ഇനി 13 ആണെങ്കിൽ എന്താണ്, ഓൺ ദി സർക്കിളാണ് വരിക. ക്ലിയർ ആയോ ഐഡിയ? ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നമ്മൾക്ക് ഈ 12.5 എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ് ആണോ, ആ പോയിന്റ് ഒറിജിനിൽ നിന്നും വൃത്തകേന്ദ്രത്തിൽ നിന്നും എത്ര ദൂരം അകലെയാണ് എന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആയെങ്കിൽ ടാറ്റ തരാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വൃത്തകേന്ദ്രം എന്ന് പറയുന്നത്, സർക്കിളിന്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ 0 0യും 12.5 തമ്മിലുള്ള എന്ത് നോക്കണം, അകലം നോക്കണം. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ വേഗം ഒന്ന് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുത്തേ. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സാറെ വിളിച്ചോളൂ. ഗോഡ്വിൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഒറിജിനിൽ നിന്നാണെങ്കിൽ ഓക്കെ, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. സാർ അടുത്താൽ വിളിച്ചോളൂ. നിത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12 സ്ക്വയർ എത്രയാണ്? 12ന്റെ സ്ക്വയർ വരുന്നത് 12 സ്ക്വയർ പ്ലസ് y എത്രയാ? 5 സ്ക്വയർ. ഓക്കെ, 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞേ പ്ലസ് 5ന്റെ സ്ക്വയർ. ഓക്കെ, വെരി ഗുഡ്. 144 പ്ലസ് 25 എത്രയാ കിട്ടിയായിരുന്നോ? 169 എന്ന് പറയുന്നത് എന്താ, എത്രയാണ്? 13 അല്ലേ 169ന്റെ? ഓക്കെ, യെസ്. 13 തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെയുള്ള പോയിന്റാന്ന് പറയാം. ഞാൻ നോക്കിക്കേ, സെന്ററിൽ നിന്ന് 13 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ പോയിന്റ് തന്നെയായിരിക്കും. ക്ലിയർ ആയെങ്കിൽ ടാറ്റ തരാം. ചാറ്റിലേക്ക് ആൻസറൊക്കെ വന്ന് കണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറയാം, 12,5 12/5 എന്തായിരുന്നു പോയിന്റ് ഓൺ ദി സർക്കിൾ. ഓൺ ദി സർക്കിൾ വൃത്തത്തിലുള്ള പോയിന്റ് ആണ് ഓൺ ദി സർക്കിൾ. ക്ലിയർ ആയെങ്കിൽ ടാറ്റ തരാം. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 10.6. കണ്ടുപിടിച്ചായിരുന്നോ? 10.6 കണ്ടുപിടിച്ചോ? ഒന്ന് വേഗം ഒന്ന് കണ്ടുപിടിച്ച് 10.6. യെസ് സാറേ, അടുത്ത വിളിച്ചോളൂ. അലൈൻ 0 0യിൽ നിന്ന് 10.6ലേക്കുള്ള അകലം കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? എടാ, നിങ്ങൾ എച്ച് സ്ക്വയറിനെ h2 y2 എന്ന് പറയുന്നത് എന്താ? എന്നിട്ട് h2 y2 h സ്ക്വയർ എന്നും പറയും. ഓക്കെ, തിരിഞ്ഞു പോരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് y സ്ക്വയർ. h സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ 10 സ്ക്വയർ പ്ലസ് r സ്ക്വയർ. 10ന്റെ സ്ക്വയർ പ്ലസ് rന്റെ സ്ക്വയർ. അപ്പൊ എത്ര വന്നു? 136. പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ √13 എന്ന് പറയുന്നത് √169 ആണ്. 169നേക്കാൾ കുറവല്ലേ 136 അല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കിളിനകത്താണോ പുറത്താണോ? സർക്കിളിനാണോ കുറവായിട്ട് വരുമ്പോൾ? അകത്താണ്. അപ്പോൾ എന്ത് പറയാം? 13നേക്കാൾ കുറവാണെന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദി സർക്കിൾ. ഇൻസൈഡ് ദി സർക്കിൾ വൃത്തത്തിന് അകത്താണെന്ന് പറയാം. വൃത്തത്തിന് അകത്താണെന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ വൃത്തത്തിലെ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 പോയിന്റ്സ് കൂടി കണ്ടുപിടിക്കാം. 2 or 3 or 4 കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു സർക്കിൾ വീണ്ടും വരക്കുന്നുണ്ട്. ഒരു സർക്കിൾ ഉണ്ട് ആൻഡ് ഇവൻ ഒറിജിൻ ആണ്. ഇവൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 13 ആണ്. എന്ത്? റേഡിയസ്. അപ്പോൾ ഇവൻ 13 ആണെങ്കിൽ ഇവനും 13, ഇവനും 13, ഇവനും 13 ആവണ്ടേ? ക്ലിയർ ആയെങ്കിലും ടാറ്റ തന്നേ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് 4 പോയിന്റ്സ് കണ്ടുപിടിക്കാം. 8 കണ്ടുപിടിക്കാം. ഇപ്പോൾ 4 നോക്കാം. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ അവിടുത്തെ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? കൈകൊണ്ടൊന്ന് കാണിച്ചേ. വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വൈയുടെ വാല്യൂ 0 ആണ്. ആൻഡ് എക്സിൻ്റെ വാല്യൂ ഈ 0യിൽ നിന്ന് എക്സ് എത്രത്തോളം ദൂരം വന്നിട്ടുണ്ട്? 13 അല്ലേ? അപ്പോൾ 13,0 ആണ് ഇവിടെ എന്ത് വരുന്നത്? നമ്മുടെ പോയിന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? വൃത്തത്തിലെ പോയിന്റ്, സർക്കിളിലെ പോയിന്റ്. ആൻഡ് ഇത് ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണ്. വൈ ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എക്സ് 0 ആയിരിക്കും. വൈ എത്ര തന്നെയാണ്? 13 തന്നെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ, കാരണം 13 ആണ് അവിടെ റേഡിയസ്. അത്ര ദൂരമാണ് മേലോട്ട് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വന്നാ ഈ ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ ഇതാ ശ്രദ്ധിക്കണേ, ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ,
ആൻഡ് ഇത് 13 ഇവിടെ താഴേക്ക് വന്നിരിക്കുന്ന അകലം. പക്ഷേ ഇതാ നോക്കാം, ഈ 0യിൽ നിന്ന് y എന്ന് പറയുന്ന താഴേക്ക് വരുമ്പോൾ വെറും 13 എഴുതിയാൽ മതിയോ? -13. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞു എത്രയാണ്? -13 നമ്മൾക്ക് വരുന്നത്. സെയിം തിങ് ദാ ഇവിടത്തെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് അവിടെ വൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് എക്സിൻ്റെ വാല്യൂ 0യിൽ നിന്ന് 13 അകലം വന്നിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് അല്ലേ വരേണ്ടത്? അപ്പോൾ -13,0 ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതുപോലെ ഇതാ ഇവനെ വെച്ചിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇവനെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓൺ ദി സർക്കിളിലാണ് വന്നിരിക്കുന്നത്. 12,5 വെച്ചിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഇവിടെ 12,5 വരും. ഇവിടെ എന്താണ്? 12,-5 വരും. ഇവിടെ -12 -5 വരും. ഇവിടെ -12 വരും. ഓക്കെ, സർക്കിളിലെ പോയിൻ്റാണ് ഏകദേശം നമ്മുടെ ആ ഒരു അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ 2 പോയിന്റ്സ് ചോദിച്ചിട്ടുള്ളൂ. സോ 2 പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ ആണെങ്കിൽ ടാറ്റ തരാം. സെറ്റാണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഇനി എല്ലാവരും ബുക്ക് അടച്ച്. ഈ സർക്കിളിൻ്റെ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും ബുക്ക് അടച്ചോളൂ. യെസ്, ചാക്കോ സാർ എന്താ എനിക്ക് വാങ്ങിച്ചു തന്നെന്ന് കാണണ്ടേ? സാർ പോസ് ചെയ്തേക്കും. കാണണോ? ഇല്ല. ഓക്കെ അല്ലേ സാർ? എന്ത് വീഡിയോ? അതവര് കണ്ടു കാണും ഇൻസ്റ്റഗ്രാമിലല്ലേ. ഇന്നലത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. വലിയ മനസ്സാ, വലിയ ആളാ. ആൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കിൻഡർ ജോയ് അല്ലടാ, ദാ ഈ സാധനം കണ്ട. ഞങ്ങൾ ഇന്നലെ ചാലക്കുടി പള്ളിയിൽ പെരുന്നാളായിരുന്നേ. അവിടെ പോയപ്പോൾ സാറ് വാങ്ങിച്ചതാ. ഞാൻ ഇതൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എൻ്റെ മേക്കപ്പ് ഇത്തിരി കുറവാണ്. ഞാനൊരു ദിവസം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ലൈറ്റൊക്കെ കണ്ടോ ഓഫായി. എങ്ങനെയുണ്ട്? എനിക്ക് ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ വാങ്ങിക്കണമെന്ന് തോന്നി. അപ്പോൾ വാങ്ങിച്ചു തന്നു. നല്ലല്ലേടാ? അപ്പോൾ പിങ്ക് കളർ കെട്ടിയപ്പോൾ പിങ്ക് തന്നെ വാങ്ങിച്ചു. അപ്പോൾ ആദ്യം ആൻസർ പറഞ്ഞ ആൾക്ക് കൊടുക്കാന്ന്. പക്ഷെ അത് ബോയ് ആയിപ്പോയി. അവന് അല്ലേ വാങ്ങിക്കില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ? ഉത്സവപ്പാടത്തൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഉണ്ട്. ആ, അപ്പോൾ ഇതല്ല കേട്ടോ ഹാപ്പിനെസ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് എയർപോർട്ടിൽ ചെന്നിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നമ്മുടെ തലയുടെ മേളിൽ കൂടി ഇങ്ങനെ പോവില്ലേ, അങ്ങനെ കാണാൻ. 6 ഫ്ലൈറ്റ് ഞാൻ കണ്ടു. ഡബിൾ ഹാപ്പി. ആൻഡ് ഞാൻ +2 പഠിക്കുമ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് എയർപോർട്ടിൽ നിന്ന് രാത്രി അല്ലേ സാറേ നല്ല സുലൈമാനി ചായ കുടിക്കാൻ. അതും നടന്നു. എടാ, ഞങ്ങൾ പ്രേമലൂരിലെ സിനിമാ നടനെ കണ്ടു, ഫോട്ടോ എടുത്തു. അവരുടെ പേര് നെസ്ലൈൻ. ആൻഡ് അടിപൊളി ഡേ ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇന്ന് എത്ര മണിയായി സാറ് വീട്ടിലെത്തിയപ്പോ? സാറ് വീട്ടിലെത്തിയപ്പോ 4 മണിയായിട്ടുണ്ടാവും. ഓക്കെ, എത്ര നേരം ഉറങ്ങി ഇന്ന്? അരമണിക്കൂർ. സെയിം പിച്ച്, ഞാനും അതെ. അപ്പോൾ അടിപൊളിയായിരുന്നു. എന്തോ കുറേ നാളത്തെ ഞാൻ +2 പഠിക്കുമ്പോൾ മുതലുള്ള ആഗ്രഹമാണ് ഇതൊക്കെ. ഫൈനലി നടന്നു. സോ ഹാപ്പി. എല്ലാവരുടെ ആഗ്രഹങ്ങളും ഇതുപോലെ നടക്കട്ടെ. മീൻസ് മനസ്സറിഞ്ഞു പറയാണ്. കാരണം അത് കുറേ നാളുകൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വരാം. ബ്രേക്ക് ആവുമ്പോൾ ഞാൻ പറയാം ഈ കഥകളൊക്കെ. എല്ലാവരും വരാനുള്ള സമയമായിട്ടുണ്ടല്ലോ സാറേ. ഇനിയും വീഡിയോ 4 ഞാൻ ഇത്ര സമയം തരുള്ളൂ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർക്കിൾ ഈസ് ഡ്രോൺ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സർക്കിളിന് തന്നെയാണ് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സെൻറ്റർ ഒറിജിൻ ആണ്. വൃത്തകേന്ദ്രം ആധാരബിന്ദുവിലാണ്. സെൻറ്റർ ഒറിജിനിലാണ്. ഈ സർക്കിള്
പാസ് ചെയ്ത് പോകുന്നത് 3,3 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3,3 എന്ന് പറയുന്ന പോയിന്റിലൂടെ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നു. ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് 0, 0 ഒറിജിൻ ആണ്. സിമ്പിൾ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. വൃത്ത ആരം കണ്ടെത്തുക. വൃത്തത്തിൻ്റെ ആരം കണ്ടെത്തുക. വൃത്തത്തിൻ്റെ ആരം കണ്ടെത്തുക. വേഗം കണ്ടെത്തിക്കേ. വൃത്തത്തിൻ്റെ ആരം കണ്ടെത്തുക. വൃത്തത്തിൻ്റെ ആരം കണ്ടെത്തുക. കണ്ടെത്തിയവർ റേസ് ഹാൻഡ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കോർഡിനേറ്റ്സ് ആക്ച്വലി സിമ്പിളാണ്, ജോമെട്രി സിമ്പിളാണ്. ജോമെട്രിയിൽ കുറച്ചുകൂടി ഇക്വേഷൻസ് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബട്ട് രണ്ടുപേരും സിമ്പിളാണ്. ജോമെട്രി ഹാഫ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് അതൊന്ന് ഹോൾഡ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഒരാളെന്ന് വിളിച്ചോളൂ. ആഷ്ലി. അയ്യോ പാവം, അതിനെ മോഹിപ്പിച്ച്. ആഷ്ലി, നമുക്ക് അടുത്ത ആൻസർ പറയാം. ആരാണ്? റേച്ചൽ. റേച്ചൽ. അപ്പോൾ ഈ 0, 0 നിന്ന് 3, 3 വരെയുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ 0,0 ആൻഡ് 3,3 എന്താണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഇക്വേഷൻ? ഓക്കെ, ഒറിജിൻ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ഇക്വേഷൻ കൊടുക്കാം. √(x² + y²). ഓക്കെ, ഒരെണ്ണം 0, 0 ആണ്. ബാക്കി x, y എന്ന് പറയുന്നത് 3² + 3². ദാറ്റ് ഈസ് √(18). ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. √18 ചെറുതാക്കാം കേട്ടോ. √18 എന്ന് പറഞ്ഞാൽ √9 × 2 അല്ലേ? ദാറ്റ് ഈസ് √9 × √2. √9 എന്ന് പറയുന്നത് 3 ആണ്. √2 അതുപോലെ തന്നെ എഴുതി യൂണിറ്റ്സ്. എത്ര പേർക്ക് ശരിയായി? ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും ഭയങ്കര സിമ്പിളാണ്. 1 മാർക്കിന് വരാം കേട്ടോ. 1 മാർക്കിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ് അക്ഷത്തിലെ ബിന്ദു കണ്ടെത്തുക. എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടെത്തുക. എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടെത്തുക. അപ്പോൾ സബ് ക്വസ്റ്റ്യൻസിൽ ഇത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 3,0, 2,5, 5,7, 0,7. ഇതിൽ എക്സ് ആക്സിസിലെ പോയിന്റ് ഏതാണ്? ആൻഡ് വൈ ആക്സിസിലെ പോയിന്റ് ഏതാണ്? വൈ ആക്സിസിലെ പോയിന്റ് ഏതാണ്? 3,0, 5,7, 8, -1, 0,3. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വേഗം തന്നെ ആൻസർ ചെയ്യുക. ആൻസർ കിട്ടിയൊരു റൈസ് ഹാൻഡ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാറേ ഒരാളെന്ന് വിളിച്ചോളൂ. ആരാണ്? അശോക്. ഓക്കെ, എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ y 0 ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എക്സിന്റെ വീട്ടിൽ വൈക്ക് അവിടെ റോളില്ല. ഇവിടെ ആരാണ് y 0 ആയിട്ട് വന്നിരിക്കുന്നത്? 3,0. ഇവിടെ x 3-ഉം y 0-യുമാണ്. ക്ലിയർ ആയെങ്കിൽ ടാറ്റ് തരാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. സാറേ ഇപ്പുറത്തെ ഐഡിയ ഒന്ന് എടുക്കാവോ? താഴെ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് വെച്ചാൽ റൈറ്റ് അല്ല, ലെഫ്റ്റ്. താഴെ. ഇനിയൊന്നും പറയണ്ട സാറേ. മേളില്. അതന്നെ. അഭിരാമി അരവിന്ദ്. ഓക്കെ, വൈ ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? 0, 0. എക്സ് 0 ആയിരിക്കും. അഭിരാമേ ഒന്ന് നോക്കടാ, ഇത്ര സുന്ദരമായ മുഖം നിന്റെ മുന്നിലുള്ളപ്പോ നീ എന്താ നോക്കാത്തെ? ഓക്കെ, വൈ ആക്സിസിലാണെങ്കിൽ എക്സ് 0 ആണ്. ഇവിടെ എവിടെയാണ് എക്സ് 0 ആയിട്ട് വന്നിരിക്കുന്ന പോയിന്റ്? 4ാമത്തത് അല്ലേ? ഇവിടുത്തെ എക്സ് 0 y 3 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് 1 മാർക്കിന് വരും. സബ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവട്ടെ ഇതിൻ്റെ കൂടെ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? കുഴപ്പമില്ലല്ലോ? യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, നേരെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെയ്യാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Next question. Find the midpoint of 6,2 and 12,2. ഇവരുടെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കണ്ടുപിടിക്കാം. 6,2 and 12,2 മധ്യബിന്ദു മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റിൻ്റെ ഇക്വേഷൻ അറിയാം, വേഗം തന്നെ കൊടുക്കുക, വേഗം തന്നെ കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. ലക്ഷ്മി, എന്താണ് മിഡ് പോയിന്റ് മധ്യബിന്ദു എന്ന് പറയുന്നത്? x1 plus x2 by 2 ആണ് x കോർഡിനേറ്റ് വരിക. y1 plus y2 by 2 ആണ് y കോർഡിനേറ്റ് വരിക. വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പോയിന്റ്സ് എപ്പോഴും മിസ് പറഞ്ഞു ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ x1 y1 x2 y2 ജസ്റ്റ് അവിടെ ഒന്ന് എഴുതിയിടണം കേട്ടോ. ഇത് x1 y1 x2 y2. അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ എത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ട് അറിയാമെന്ന് പറഞ്ഞാലും മാറിപ്പോവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അത് എഴുതി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ആളെ വിളിച്ചോളൂ. നീരജ്. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുന്നത് എത്രയാണ്? 6 പ്ലസ് x2 എത്രയാണ്? 2 കോമ y1 2 പ്ലസ് 2. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആൾ സാറേ. 6 പ്ലസ് 12. ദിയ 6 പ്ലസ് 12. എത്ര? 15 എന്നല്ലേ പറഞ്ഞത്? ആ ഈശ്വര. 18/2 കോമ 2 പ്ലസ് 2 4/2. ഓക്കെ, അടുത്ത സാറേ. അമീന 18/2 9,2 ഈസ് ദി മിഡ് പോയിന്റ്. എത്ര പേരുടെ ശരിയായി? സെറ്റാണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോളൂ. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്സ്. അകലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ്. ഓ, ഇത് ഭയങ്കര സിമ്പിളായി പോലാടാ. 0,0 4,0. അയ്യോ, ഏത് ഇക്വേഷനിൽ കൊടുത്താലും കിട്ടോട്ടെ ഇവനെ. ഒറിജിനൽ ഇക്വേഷനിൽ കൊടുക്കുന്ന അതെ, സാറിനും പറയാം, ഏത് പൊട്ടനും പറയാന്നടാ. അല്ല, ഇടയ്ക്ക് നമുക്ക് തിരിച്ചു വന്ന് എന്തെങ്കിലും പറയണ്ടേ? അല്ല പിന്നെ എന്താ സാർ, ആൻസേഴ്സ് കിട്ടിയോ? അയ്യോ, അതുകൂടി ഉണ്ടായിരുന്നു. DJ ഉണ്ടായിരുന്നു. DJ അതിനും കേറി. സൂപ്പർ DJ അല്ലേ? അടിപൊളി DJ. 15 മിനിറ്റ് എന്തോ തുള്ളാൻ പറ്റുള്ളൂ. ആ, പെരുന്നാളിന്റെ വെടിക്കെട്ടില്ലേടാ. വൈബ്രേഷൻ, ചെവി ഇങ്ങനെ കിളിങ്ങിക്കൊണ്ടിരിക്കണം, നെഞ്ചിങ്ങനെ കിളിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിൽക്കാൻ പറ്റില്ലേ? സാറ് പിന്നെ വീഡിയോ എടുക്കണ എൻ്റെ തിരക്കിലായിരുന്നു, എൻ്റെ കൈ ചെവിയിലായിരുന്നു. കുറച്ചേരം കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. നല്ല രസമാണ് കേട്ടോ. ഫസ്റ്റ് അല്ല, എനിക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യം വേറെ ഒന്നല്ല, എനിക്ക് ഭ്രാന്തായതല്ല. ഇതൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് തന്നെ. അപ്പം അതിൻ്റെ ഒരു അത്രേ ഉള്ളൂ. ഓക്കെ സാറേ, അടുത്താണ് വിളിച്ചോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ആരാണ്? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാന്ന്? എടാ, വെറുതെ കേട്ടിരിക്കാൻ അത്രേ ഉള്ളൂ. ആഷ്ലി. ഹലോ, അൺമ്യൂട്ട് ചെയ്തടാ. ആരോടാ പിണക്കം? എന്നോടാ? ആ, ചാക്കോ സാറാണ്. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. വാ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആഷ്ലി, ഇവിടെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? അകലം
റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ, ദാറ്റ് ഈസ് എത്ര വന്നു? സിമ്പിൾ. ഇത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ, ഓൾറെഡി നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. 4 യൂണിറ്റ്സ്. ഓക്കെ, അവിടെ സെൻറ്റിമീറ്റർ മീറ്റർ ഒന്നും എഴുതി വെക്കരുത്, യൂണിറ്റിലാണ് നമ്മൾ കോർഡിനേറ്റ്സിലെ ഡിസ്റ്റൻസ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ചതുരം, സംതിങ് ഫിഷി. റെക്റ്റാങ്കിൾ എ ബി സി ഡി. rectangle A, B, C and D. ആക്സിസ് എല്ലാ സൈഡിന് പാരലൽ ആണ്. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും ഈ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾക്ക് സമാന്തരമാണ്, പാരലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എ എന്ന് പറയുന്നത് 3,1 എന്ന് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 7,4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ബി ആൻഡ് ഡിയുടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സബ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡയഗണൽ വികരണത്തിൻ്റെ ലെങ്ത്, നീളം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേഗം ഒന്ന് ചെയ്ത്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെക്റ്റാങ്കിളിൻ്റെ കേസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ബിയും ഡി ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഈ മോഡൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എടാ, ചാറ്റ് ബോക്സിൽ ഒന്ന് കൈ എടുത്തിട്ട് ആൻസർ ചെയ്യാൻ നോക്ക്. വിഷമം വരുമ്പോൾ എതിർത്ത് നോക്കിയാൽ മതി സാറേ, ഒരു ലോഡ് ചാറ്റാണ് വരുന്നത്. യെസ്, ബിയും ഡിയും കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇതുപോലെ തന്നെ ഫിഗർ തരാതെ ഫിഗർ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തും. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ കാണാൻ പറഞ്ഞാലും ഇതേ മെത്തേഡാണ് കേട്ടോ. ഇവൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് വെക്കൂ കേട്ടോ. യെസ് സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. ഇവാനിയ, എവിടെ ഇവാനിയ? ഹലോ. ആ, ഇവാനിയ, ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് എത്രയായിരിക്കോടാ? 7/1. എത്ര വേർഡ് ശരിയായി? ഇവിടുത്തെ എക്സ് സെയിം ആയിരിക്കും, ഇവിടുത്തെ വൈ സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതുമാണ്. സാർ അടുത്ത ആളെ വിളിച്ചോളൂ. ശ്രാവൺ, ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് 3,4. രണ്ടും ശരിയാക്കിയവരുണ്ടെങ്കിലും ടാറ്റന്ന്. ഇവിടുത്തെ എക്സും ഇവിടുത്തെ വൈയും ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? അവിടെ പാരലൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഡിയും ബിയും നമുക്ക് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ ഡയഗണൽ വികരണം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്, ഈക്വൽ ആണെന്ന് അറിയാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ എഴുതാനായിട്ട് ചോദിക്കുന്നു. പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എ സി എടുക്കാം, അല്ലെങ്കിൽ ബി ഡി എടുക്കാം. ഏതാ നിങ്ങൾ എടുത്തത്? എ സി എടുത്തോ ബി ഡി എടുത്തോ? ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് എക്സും വൈയും മാറി വരത്തുള്ളൂ. ആൻസർ ഏറ്റവും ഭൂരിപക്ഷം നമുക്ക് ചെയ്യാം. സാർ ഒരാളെന്ന് വിളിച്ചോളൂ. വിളിക്കല്ലേ? അല്ല വിളിക്കല്ലേ, ചാറ്റിലേക്ക് ഒന്ന് അയച്ചടാ. എ സി ആണോ ബി ഡി ആണോ? എ സി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ സി തന്നെ എടുക്കാം. എ എന്ന് പറയുന്നത് 3,1, സി എന്ന് പറയുന്നത് 7,4.
ഓക്കെ, ഇവരുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എക്സുകൾ സെയിം അല്ല, വൈകൾ സെയിം അല്ല, സെൻറ്ററിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒറിജിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ACC = സാറേ ഒരാളെന്ന് വിളിച്ചോളൂ. ഏഞ്ചൽ. എന്താണ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ? √(x2 - x1) + y2 - y1². അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ എന്താ വീണ്ടും ഇവൻ x1 y1 ഇവൻ x2 y2 എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ആൻസർ കിട്ടിയായിരുന്നോടാ? കിട്ടിയിട്ടില്ല. ഓക്കെ, x2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 - 3 2 ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആൾ സാറേ. അലീന. 7 - 3 4² + 3². ഓക്കെ, 4ന്റെ സ്ക്വയർ എത്രയാണ്? എത്ര √25 എന്ന് പറയുന്നത്? 5 യൂണിറ്റ്സ്. എത്ര പേരുടെ ശരിയായി? 5 യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ മിസ്. ഓക്കെ, അതും ഇതുപോലെ തന്നെ സെയിം മോഡൽ തന്നെയാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ അല്ല, റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. A 1,2, B തന്നിട്ടില്ല, C 9,8 ആൻഡ് D തന്നിട്ടില്ല. സെയിം ഡിയും ബിയും കണ്ടുപിടിക്കുക ആൻഡ് അവരുടെ ഡയഗണൽസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. വേഗാവട്ടെ. ആൻസർ കിട്ടിയത് റേസ് ഹാൻഡ് ചെയ്യണേ. ഇത് ചെയ്ത് കാണിക്കണ്ടല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താലോ, മിസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, യെസ്. ആൻസർ ഓൾറെഡി കിട്ടിയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വൺ A 2,1, B C 7,5 ആൻഡ് D. വീണ്ടും B കണ്ടുപിടിക്കണം, D കണ്ടുപിടിക്കണം, AC ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. വേഗം ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. C എന്ന് പറയുന്നത് നീളവും വീതിയും, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ. ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഇത് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ചെയ്ത സെയിം മോഡൽ തന്നെയാണ് ഇവൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വീട്ടിലിരുന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ കുറച്ച് പേരെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. വേഗാവട്ടെ. യെസ്, കം ഓൺ ഫാസ്റ്റ്. ബിയും ഡിയും കിട്ടിയവർ റൈസ് ഹാൻഡ് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരെത്ര പ്രാർത്ഥിച്ചാലും ഞാൻ സ്ട്രോങ് ആണ്. എനിക്കൊന്നും പറ്റത്തില്ല. പോവാലോ. കാവടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് വന്നപ്പം കുറെ കാവടി ടീംസ് പോകണുണ്ടല്ലേ ഹൈവേയില്. ചെറായി ഉത്സവത്തിന് പോകാൻ പേടിയാണ്. ആന ഓടും അവിടെ, എപ്പോഴും ആന ഓടും. എനിക്ക് ആന ഓടണം നേരിട്ട് കാണണം എന്നുണ്ട്, പക്ഷെ പേടിയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ അവിടെ നാളെ? വേണ്ട, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതി. നമുക്ക് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഈ വർഷമല്ലേ ഇങ്ങനെ മിസ്സാവത്തുള്ളൂ. ഇനി എന്തോരം കിടക്കുന്നു പോയും ഉത്സവമൊക്കെ കൂടാൻ. ഈ സമയത്ത് കുറച്ച് പഠിക്കുന്ന ടൈം എല്ലായിടത്തും പോകണം. അതിനൊപ്പം തന്നെ പെൻഡിങ് നിർത്തിയിട്ട് പോകരുത്. പഠിച്ച് എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. പിന്നെ വേറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. പോയി ഒരു അപകടത്തിലോ അല്ലെങ്കിൽ പാടില്ലാതെ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊന്നും പെടരുത്. നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ പോകണം കേട്ടോ.
അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സാറേ വിളിച്ചോളൂ. എടാ എന്തുവാടാ രാവിലെ അടുത്താളൊന്ന് വിളിച്ചേ. ആരാ? ഹലോ ഡിയർ. അപ്പൊ ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്ന് പറഞ്ഞേ. 7 വെരി ഗുഡ്. ഡിയോ 2 യെസ് 2 എത്ര പേരുടെ ശരിയായി? എല്ലാവരുടെയും ശരിയായി കാണും. ഓക്കെ, ഇനി എ സി എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് 2,1, സി എന്ന് പറയുന്നത് 7,5. വെരി ഗുഡ്. ആ സാറേ ഒരാളൊന്ന് വിളിച്ചോളൂ, അടുത്ത ആളെ വിളിച്ചോളൂ. അനുപ്രിയ, എന്താണ് എ സിയുടെ ഇക്വേഷൻ? വെരി ഗുഡ്. y1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ √h1 y1 h2 y2 എല്ലാം നമുക്കൊന്ന് അടയാളപ്പെടുത്തിയേക്കാം. ഇപ്പോൾ ഓരോട്ടോ. യെസ്, h1 y1 h2 y2. ഓക്കെ സാറേ വിളിച്ചോളൂ. അശ്വിൻ, h2 മൈനസ് h1 എന്ന് പറയുമ്പോൾ h2 എത്രയാ? മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, 7 മൈനസ് 2 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. വെരി ഗുഡ്. അടുത്താൾ സാറേ. കിരൺ, 5ന്റെ സ്ക്വയർ 4 സ്ക്വയർ 16. ഓക്കെ വെരി ഗുഡ്. അടുത്താൾ സാറേ. എത്ര വന്നു പ്ലസ് ചെയ്തപ്പോ? √41 യൂണിറ്റ്സ്. എത്ര പേർക്ക് കിട്ടി? സെറ്റാണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്ന ഡയഗണൽ കണ്ടുപിടിച്ചു. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. നമ്മുടെ പഴയ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവനെ ഒന്നുകൂടി ഒന്ന് വരച്ചേക്കാം. എ ബി സി ഡി. ഓക്കെ, എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2,1. ബി എന്ന് പറയുന്നത് 7,1. സി എന്ന് പറയുന്നത് 7,5. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. ഏഞ്ചൽ ബിജു. ഓക്കെ, ആദ്യം നമുക്ക് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം അല്ലേ. എ ബി എന്ന് പറയുന്നതും ഡി സി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ എ ബി നമുക്ക് എടുക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 2,1, ബി എന്ന് പറയുന്നത് 7,1. ഇവിടെ ആര് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്? വൈ സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. സെയിം അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഓക്കെ, മോഡുലസ് h2 മൈനസ് h1. h2 എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് h1 എത്രയാ വന്നിരിക്കുന്നത്? മോഡുലസ് 5, ദാറ്റ് ഈസ് 5 യൂണിറ്റ്സ്. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് വന്നു? ഓക്കെ ആണല്ലോ, സിമ്പിൾ. ആൻഡ് അടുത്ത ആൾ സാറേ. സിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്ന ലെങ്ത്തും ബി സി എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആണല്ലേ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ബി സി ഒന്ന് കണ്ടുപിടിക്കാം. ബി എന്ന് പറയുന്നത് 7,1 ആൻഡ് സി എന്ന് പറയുന്നത് 7,5 ആണല്ലോ. ഹലോ. ആ, ഇതിൽ ആര് സെയിം ആണ്? വയ്യ. ആ ദൈവമേ. എക്സ് സെയിം ആണ്. എക്സ് സെയിം ആണെങ്കിൽ എന്താ ഇക്വേഷൻ? മോഡുലസ്. ഓക്കെ വെരി ഗുഡ്. അടുത്തിരിക്കുന്ന ആള് ആരാണ്? ആ പറയ്. y2 എത്രയാ? 5 മൈനസ് 1 ദാറ്റ് ഈസ് 4 യൂണിറ്റ്സ് ആണ് നമ്മൾക്ക് എന്ത് വന്നിരിക്കുന്നത്? ബ്രെഡ്ത്തും വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് തനിച്ച് ചെയ്ത് ശരിയാക്കിയവർ ആരെങ്കിലും ഉണ്ടാടാ? ഉണ്ട്, സിമ്പിൾ. അപ്പോൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ആൻഡ് സർക്കിളിൻ്റെയും വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പൊക്കോളും, വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ആ ടൈം ആയല്ലേ?
അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാനും എൻ്റെ പൂക്കിയും ടാറ്റാ ടാറ്റാ ടാറ്റാ. ശുഭയാത്ര ശുഭനിദ്ര.